ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയായി കേട്ടോ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നെയിൽ പോളിഷ് ഇടുന്നത് കണ്ടതിന് ശേഷം ഐറയും ഇപ്പം അതിൻ്റെ ഒരു ആളാണ് കേട്ടോ. ആദ്യം കയ്യിലിട്ട് കൊടുത്തേ. ഒരു കയ്യിലിട്ട് കഴിഞ്ഞപ്പോൾ കാലിലിടണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 കാലിലും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ വലത് കയ്യിൽ ഇടാൻ വേണ്ടിയിട്ട് ആൾ തന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് ഇതാക്കുവാണേ. ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളിൽ പോകും, അതുകൊണ്ട് ഇടാൻ പാടില്ല, ഇടത് കയ്യിൽ മാത്രം ഇട്ടാൽ മതി എന്നെല്ലാം. ആദ്യം അത്രയ്ക്കങ്ങ് അക്സെപ്റ്റ് ആയില്ല കേട്ടോ. പിന്നെ ആൾ ഓക്കെ ആയി. നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞ് കുറേ സമയത്തേക്ക് ആ കൈയൊക്കെ വെച്ച് ഭയങ്കര ഷോയാണേ. പോകുന്നത് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഇരുന്നിരുന്ന് ഇപ്പോൾ സമയം തന്നെ 1 മണിയായേ. ഉച്ചത്തേക്കുള്ള കറിയൊക്കെ ആക്കുന്നതേ ഉള്ളൂ കേട്ടോ. ചോറ് തിളയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ അരയ്ക്കാത്ത കറിയാണ് വെക്കുന്നത്. പരിപ്പിൽ തന്നെ തക്കാളി ഉള്ളിയെല്ലാം ഇട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് അങ്ങനെ പിന്നെ പൊടിയൊക്കെ ഇട്ടെടുക്കുന്നതായിട്ട്. അതിനിടയ്ക്ക് അയറ് തന്നെ ഫ്രിഡ്ജ് തുറന്നിട്ട് തണ്ണിമത്തൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ, മുറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തൊരു പാത്രത്തിലാക്കി ഇട്ട് കൊടുത്തു കേട്ടോ. സ്പൂണും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളെടുത്ത് കഴിച്ചോളുവേ. ആൾക്കങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ഒന്നും അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ ഈ തണ്ണിമത്തൻ, ഓറഞ്ച് അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണ്. ഓറഞ്ചാണെന്ന് തോന്നുന്നു പേഴ്സണൽ ഫേവറേറ്റ്. പക്ഷേ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ അല്ലാത്തത് കൊണ്ട് കിട്ടാറേ ഇല്ല. ഐറയ്ക്ക് അധികം മധുരമുള്ള ഐറ്റംസിനേക്കാൾ കുറച്ച് പുളിയും അങ്ങനെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് സ്നാക്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ ഇഷ്ടം. ഞാൻ മീനെടുത്ത് പുറത്ത് സ്ലാബിൽ വെച്ചത് കണ്ടിട്ട് ആൾ ഇങ്ങനെ മേലെ കയറാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. മീൻ കണ്ടു കഴിഞ്ഞാൽ അപ്പം കൈയിട്ട് അലമ്പാണ്, അതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് ശരിക്കും രാവിലെ മീൻ മേടിക്കാൻ പോയതാണ് കേട്ടോ. പക്ഷേ മീനിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. മീനും മേടിച്ച് കപ്പയും മേടിച്ചിട്ട് വന്നിട്ട് ഇന്ന് കപ്പയും മീൻകറി ആക്കാമെന്നാണ് ശരിക്കും വിചാരിച്ചത്. അങ്ങനെ മീൻ കിട്ടാത്തതുകൊണ്ട് ആകെ വിഷമമായി. അങ്ങനെ ഫ്രിഡ്ജിൽ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതെടുത്ത് അതിൽ ഇങ്ങനെ മുട്ടയുടെ പരിഞ്ഞിലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, ചൂരയുടെ. അങ്ങനെ അത് സെപ്പറേറ്റ് ആക്കി ബാക്കി കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നതും അതും എല്ലാം പുരട്ടി വെച്ചു കേട്ടോ. ഫ്രൈ ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പരിപ്പ് കറിയും മീൻ വറുത്തതും ആണ് കേട്ടോ ഇന്ന് ലഞ്ചിന്. മീൻ ആദ്യത്തെ സ്റ്റെപ്പ് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ട് പാത്രങ്ങളെല്ലാം കുറേ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതൊക്കെ. അങ്ങനെ അതൊക്കെ കഴുകി ഒതുക്കിയപ്പോഴത്തേക്കും മീനെല്ലാം ഫ്രൈ ആയിട്ടുണ്ടായിരുന്നേ. മീൻ മുട്ടയൊക്കെ രണ്ടാമത് സെപ്പറേറ്റ് ആണ് കേട്ടോ ഫ്രൈ ആക്കി എടുത്തത്. ചിലപ്പോൾ ഫിഷിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഉടഞ്ഞു പോകും. അതുകൊണ്ട് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും എണ്ണയെല്ലാം തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെ ഓയിലൊന്നും ചെയ്യത്തില്ലേ. അങ്ങനെ ഐറയ്ക്കും തലയിലെല്ലാം കുറേ ഓയിലെല്ലാം തേച്ച് നല്ല മസാജ് ചെയ്ത് കൊടുത്തു. ഞാനും തലയിൽ നല്ലോണം എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ അലക്കാൻ പോയേ. അപ്പോൾ അലക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തലയിൽ എണ്ണയെല്ലാം പിടിച്ച് സെറ്റാവുമല്ലോ. അങ്ങനെ അലക്കും ഭക്ഷണവും കുളിയും അങ്ങനെ ഉച്ചത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഇപ്പോൾ സമയം വൈകുന്നേരം ആയേ, ഒരു 5:30 ആയിട്ടുണ്ടേ. എല്ലാ ദിവസവും ഓരോരോ സ്നാക്സൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായി കേട്ടോ നമ്മൾ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കിയിട്ട്. മിക്കപ്പോഴും പഴംപൊരിയും അങ്ങനത്തെ സ്നാക്സൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. അങ്ങനെ രാവിലെ എനിക്കൊരു പരിപ്പുവട കഴിക്കാൻ തോന്നിയിട്ട് കുറച്ച് പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. കുതിർന്ന പരിപ്പ് മിക്സിയിൽ കുറച്ചിങ്ങനെ ചതച്ചെടുത്തു. പിന്നെ അതിൻ്റെ കൂട്ടിനിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകും അങ്ങനത്തെ വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെ എല്ലാം മിക്സിയിലൊന്ന് ചതച്ചെടുത്ത് കേട്ടോ. പിന്നെ ഉപ്പും മുളകൊക്കെ ആഡ് ചെയ്ത് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പരിപ്പിൻ്റെ മിക്സെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് സമയം പുറത്ത് പോയിരുന്നു കേട്ടോ. സിറ്റ് ഔട്ടിൽ എൻ്റെ കൂടെ ഐറയും ഉണ്ടായിരുന്നേ. പുറത്തിങ്ങനെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പുറത്തേക്കൊക്കെ ഇങ്ങനെ മഴ പെയ്തിരിക്കുമ്പോൾ നോക്കിയിരിക്കാൻ ഒരു പ്രത്യേക സുഖമല്ലേ. നാച്ചുറലായി ഇങ്ങനെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അധികം മഴയാവുമ്പം പുറത്തിരിക്കാൻ കഴിയില്ല കേട്ടോ. പരിപ്പിൻ്റെ മിക്സിന് കുറച്ചൊരു വെള്ളം കൂടുതലായിരുന്നു കേട്ടോ. പിന്നെ അത് ആദ്യമെല്ലാം നല്ല ബോൾസാക്കി വെച്ച് ശരിക്കും ഇതിലിടേണ്ട ഉള്ളിയും പച്ചമുളകൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നേ. മിക്സിയിൽ ഇങ്ങനെ ചതച്ചിട്ടത് കൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ വെള്ളം കൂടുതലായതുപോലെ. വെള്ളം കുറച്ച് കൂടിപ്പോയത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടുമെന്ന് ഡൗട്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് അങ്ങനെ പൊട്ടിപ്പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ.
നല്ല ഷേപ്പിനെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ എണ്ണയിലിടാൻ എന്തോ ഡയറക്റ്റ് കയ്യിൽ കൊണ്ടിടാൻ ഭയങ്കര പേടി തോന്നി കേട്ടോ. പിന്നെ അവസാനം ഞാനതിനൊരു സ്പൂണൊക്കെ എടുത്ത് ഷേപ്പാക്കി സ്പൂണിൽ വെച്ചിട്ടാണ് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലിട്ട് കൊടുത്തത്. ഈ കുക്കിങ്ങിൻ്റെ സമയത്തെല്ലാം എപ്പോഴും എനിക്ക് പണി കിട്ടുന്നത് എണ്ണയിൽ നിന്നാണ് കേട്ടോ. ഈ ഫ്രൈ ചെയ്യാനും മീൻ പൊരിക്കാനും അങ്ങനെയൊക്കെ ഇടുമ്പോൾ എപ്പോഴും എണ്ണ കയ്യിൽ തെറിക്കുന്നുണ്ടാവുമേ. അതുകൊണ്ട് ഇന്നെന്തോ ശരിക്കും പേടി തോന്നി. പരിപ്പുവട ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയറ ഇങ്ങനെ എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിക്കും കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ അധികം എരിവൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഞാൻ ആ മിക്സിലോട്ട് മുളക് പൊടിയൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയപ്പോൾ ആ കളറും എല്ലാം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ടൻ ചായയും വെച്ച് പരിപ്പുവടയൊക്കെ കഴിച്ച് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഹാഫ് ഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.